സംസ്ഥാനത്തെ വിലക്കയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം റൂൾ 50 പ്രകാരം ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകി. പെട്രോളിയം വില വർധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയെന്നും പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുകയാണ്. കെ.എൻ. ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസാണ് വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം. എന്താണ് ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്? രാജ്യത്തെ വി.ഡി. സതീശൻ സർക്കാരിനെതിരെ അടിയന്തര പ്രവൃത്തി അവതരിപ്പിക്കാനുള്ള ആദ്യ അവസരമാണ് ഇന്ന് പ്രതിപക്ഷത്തിന് നിയമസഭയിലുള്ളത്. നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ചയുടെ തുടക്കമാണ്. ആ അവസരം പ്രതിപക്ഷം ഉപയോഗിക്കുന്നുണ്ട്. അത് സംസ്ഥാനത്തെ വിലക്കയറ്റം, രൂക്ഷമായ വിലക്കയറ്റം ചെയ്യണമെന്നാണ് ആവശ്യം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധന ഉൾപ്പെടെയുള്ള വിലക്കയറ്റ പ്രശ്നങ്ങളുണ്ട്. ജനജീവിതം ദുഷ്കരമാകുന്നു. ഓരോ ദിവസവും LPG സിലിണ്ടറിനടക്കം വില വർദ്ധിക്കുന്നു. ഇത് നേരത്തെ സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നത്, നേരത്തെ പ്രതിപക്ഷത്തായിരുന്ന പറയുന്നത് ഈ അധിക നികുതി ഉൽപ്പന്നങ്ങൾക്കുള്ള അധിക കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അധികാരത്തെത്തിയാൽ ചെയ്യുമെന്ന് അവർ ഉറപ്പു നൽകിയിരുന്നു. പക്ഷെ അതുണ്ടായില്ല. ഈ വിഷയങ്ങളാകുമെന്ന് കെ.എൻ. ബാലഗോപാൽ റൂൾ 50 നോട്ടീസിലൂടെ ആവശ്യപ്പെടുക. ആദ്യത്തെ അവസരം തന്നെ വിലക്കയറ്റ വിഷയം ചർച്ചയിൽ കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മലയന്തുരത്തിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട വിഷയം ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ഭരണപക്ഷവും ഇന്ന് സഭയിൽ കൊണ്ടുവരുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയം നോട്ടീസ് നൽകിയത് കെ.എൻ. ബാലഗോപാൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.